നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിംഗിൾ ഫോൾഡ് ബ്രോഷർ 1, 2, 3 പേജുകൾ ചെയ്യുന്നത് കഴിഞ്ഞു. ഇനി നാലാമത്തെ പേജ്, അവസാന പേജ് കൂടി ചെയ്ത് നമുക്കത് ഫിനിഷ് ചെയ്യാം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പേജുകളൊന്ന് ഞാൻ ഓപ്പൺ ചെയ്യാം. ഹോളിഡേ പാക്കേജ് 1 എന്നുള്ള ഈ പേജും ഇതാണ് ഒന്നാമത്തെ പേജ്. നാലാമത്തെ, അതായത് ഫൈനൽ പേജ്. ഇന്നത്തെ പേജ് നമ്മളിവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ 2ഉം 3ഉം പേജുകളുമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഈ 2ഉം 3ഉം പേജുകളും ചെയ്തു കഴിഞ്ഞു. അത് ഞാൻ തൽക്കാലം ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ഇനി ഈ പേജ് മാത്രമേ ആവശ്യമുള്ളൂ. ഇവിടേക്ക് ആവശ്യമുള്ള മാറ്ററുകൾ വെക്കുന്നു. സാധാരണ ഈ നാലാമത്തെ പേജ് അല്ലെങ്കിൽ അവസാന ഭാഗത്ത് വരുന്ന പേജുകളിൽ ഏതൊക്കെ ബ്രോഷറുകളാണേലും ആ കണ്ടന്റുകൾ അല്ലെങ്കിൽ ആ ഏത് കമ്പനിയാണ്, ഏത് ബിസിനസ് സ്ഥാപനമാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ കോൺടാക്റ്റിംഗ് ഡീറ്റെയിലുകളാണ്. അവരുടെ മേൽവിലാസവും ഫോൺ നമ്പറും ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഐക്കണുകളും ഒക്കെ വേണമെങ്കിൽ വയ്ക്കാവുന്നതാണ്. പിന്നെ അവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനുള്ളിലെ കണ്ടന്റുകളുടെ ഒരു ചെറിയ 3-4 ചിത്രങ്ങൾ കൂടി നമുക്ക് നമ്മുടെ ഭാവനയ്ക്കൊത്ത് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ മാറ്റർ ഇവിടെ നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചത് ഉണ്ട്. അത് അഡ്രസ്സാണ് കൊയിനോവ ഹോളിഡേ പാക്കേജസ്, ഗ്രൗണ്ട് ഫ്ലോർ, കണ്ടത്തിൽ റെസിഡൻസി, ശാസ്ത്രി റോഡ്, കോട്ടയം 686002. ഫോൺ നമ്പർ, അതുപോലെ വെബ് അഡ്രസ്സ്, ഇമെയിൽ ID. അപ്പം അതിൻ്റെ അഡ്രസ്സുകൾ ഓരോന്നായി നമുക്ക് ഇങ്ങോട്ട് എടുത്തു വയ്ക്കാം. കളർ വൈറ്റിൽ കിടക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നമുക്കതൊരു ബ്ലാക്ക് കളറിലേക്ക് അതിനെ മാറ്റാം. അല്പം സൂം ചെയ്ത് നോക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കൊയിനോന ഹോളിഡേയ്സ്. അതിന് വേണമെങ്കിൽ ഒന്ന് ബോൾഡാക്കാം. ഫോണ്ട് ബോൾഡ് ഇല്ല എന്ന് തോന്നുന്നു. അതിനെ ബോൾഡാക്കി അതിൻ്റെ ബാക്കി വരുന്ന ഭാഗമായ ഹോളിഡേ പാക്കേജസ്, ആ ഹോളിഡേ പാക്കേജ് എന്നുള്ളതിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അത് ചെറിയ സൈസ് മതിയായിരിക്കും. അല്പം കൂടി ഒന്ന് Ctrl+T അല്ലെങ്കിൽ ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് ചെറുതാക്കി വിടുകയാണ്. അതിനൽപ്പം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് അക്ഷരങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടി ഇവിടെ വന്നിട്ട് കൂട്ടി കൊടുത്തിട്ട് ആ കൊയിനോന ഹോളിഡേയ്സിൻ്റെ ഒപ്പം തന്നെ എത്തിച്ചുകൊണ്ട് അതിനെ രണ്ടും കൂടെ നമുക്കിങ്ങനെ ലിങ്ക് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് അഡ്രസ്സിൻ്റെ ബാക്കി ഭാഗം കൊടുക്കാം. ഗ്രൗണ്ട് ഫ്ലോർ, കണ്ടത്തിൽ റെസിഡൻസി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ ID, വെബ്സൈറ്റ് അഡ്രസ്സ്. ഇത്രയും ഭാഗം അതിൻ്റെ താഴേക്ക് ഞാനൊന്ന് ഒരുമിച്ച് തന്നെ പേസ്റ്റ് ചെയ്യുകയാണ്. അത് മൊത്തം ക്യാപിറ്റൽ വേണ്ട, നമുക്കത് സ്മോൾ ലെറ്റർ മതി. അതിനെ ഒരു അല്പം കൂടി ചെറുതാക്കാം. ഫോണ്ട് സൈസ് കുറച്ച് ചെറിയ ഫോണ്ട്സ് മതിയായിരിക്കും. ഇതിനെ ഇവിടെ കൊണ്ടൊന്ന് മുറിക്കുകയാണ്. അതിൻ്റെ തമ്മിലുള്ള ഗ്യാപ്പ്, വാക്കുകൾ തമ്മിലുള്ള അകലവും കൂടി ഒന്ന് കുറച്ച ശേഷം അതിൻ്റെ അടിഭാഗത്ത് കുറച്ചുകൂടി തിന്നായിട്ടുള്ള ഫോണ്ട് ഞാൻ നോക്കുകയാണ്. നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഏതെങ്കിലും നല്ല ചെറിയ ഫോണ്ടുകൾ മതിയാവും അഡ്രസ്സിന്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അതിന് വേണമെങ്കിൽ ഒന്ന് ലെഫ്റ്റ് അലൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ലൊക്കേഷൻ കൊടുക്കുമ്പോഴൊക്കെ അവിടെ ഇപ്പം ഈ അടുത്ത കാലത്തായി കാണുന്ന ബ്രോഷറിൽ കാണുന്ന ഒരു പരിഷ്കാരം, ആ ലൊക്കേഷൻ്റെ ഐക്കണുകൾ കൊടുക്കാറുണ്ട്. ലൊക്കേഷൻ്റെ ഐക്കണ്, അതുപോലെ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ ഐക്കണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്.
ഇത്തരം ഒരു ഐക്കണാണ് ലൊക്കേഷനുകൾ കൊടുക്കാറുള്ളത്. നമ്മുടെ അഡ്രസ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് സാധാരണ കൊടുക്കാറുള്ളത്. അതിന് ഞാനൊന്ന് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ കൊടുക്കുകയാണ്. അതിനെ ഓപ്പൺ ചെയ്തു, അതിനെ ഇങ്ങോട്ട് കയറ്റി വെച്ചു. നേരത്തെ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് എനിക്കത് എടുക്കാൻ സാധിച്ചത്. അതിനെ Ctrl+T കൊടുത്ത് ചെറുതാക്കുന്നു. വളരെ ചെറുത് മതി, കാരണം നമുക്ക് ഇത്രയും ഭാഗത്തത് നിന്നാൽ മതി. അതുകൊണ്ട് വളരെ ചെറുതാക്കി. ഇനി അടുത്തത് ഫോൺ നമ്പറാണ്. അതിൻ്റെ ഐക്കൺ കൂടി എടുത്തുകൊണ്ട് വരാം. നമുക്ക് നേരത്തെ സേവ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് എടുക്കാൻ കഴിയുന്നത്. ഇതാണ് ഫോണിൻ്റെ ഐക്കണായിട്ട് ഞാൻ കൊടുക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കുന്നു. വളരെ വലുതാണ്. അതിനെ നമുക്ക് ട്രാൻസ്ഫോം സെലക്ഷൻ കൊടുത്ത് ചെറുതാക്കാം. Ctrl+T ചെറുതാക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്. ഇതിന് ചുറ്റും ഒരു വൈറ്റ് കിടപ്പുണ്ട്. അതിന് ഈ മാജിക് വാണ്ട് കൊണ്ട് ഈ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം അതിനെ വീണ്ടും അല്പം കൂടി ചെറുതാക്കേണ്ടതുണ്ട്. വളരെ ചെറുതായിട്ട് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഇവിടെ ഈ ഫോൺ നമ്പർ നേരെ കൊണ്ട് വയ്ക്കാം. വേണമെങ്കിൽ അല്പം കൂടി ചെറുതാക്കാം. അത് വന്നു. ഇനി അടുത്തത് ഇമെയിൽ അഡ്രസ്സാണ്. ഇമെയിൽ അഡ്രസ്സിന് വേണ്ടിയുള്ള ഐക്കൺ ഇതാണ്. അത് നേരത്തെ തന്നെ ഇവിടെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യണം. അതിനെയും ഇതിനുള്ളിലേക്ക് ഡ്രാഗ് ചെയ്തു. അതിൻ്റെ ചുറ്റും ഒരു വൈറ്റ് കളർ കിടപ്പുണ്ട്. അത് മാജിക് വാണ്ട് കൊണ്ട് വൈറ്റ് സെലക്ട് ചെയ്ത് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അതിനുശേഷം ചെറുതാക്കുന്നു. വളരെ ചെറുതാണ് വേണ്ടത്. അല്പം കൂടി ചെറുതാക്കാം. ഇതൊക്കെ ഗൂഗിൾ സെർച്ചിൽ ഈ ഐക്കണുകൾ കിട്ടും. ഇപ്പം നമുക്ക് ഇമെയിലിൻ്റെ ഐക്കൺ ആണെങ്കിൽ ഗൂഗിൾ സെർച്ചിൽ കയറി ഇമെയിൽ ഐക്കൺ എന്നടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജസ് എടുത്താൽ മതി. അവിടെ നിന്ന് അത് നമുക്ക് കറക്റ്റ് ഓരോന്നിൻ്റെ ഐക്കണുകൾ സേവ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഒരേ ലൈനുകളിലും ഒരേ സൈസിലുമൊക്കെ നിന്നാൽ കുറച്ചുകൂടി കൂടുതൽ ഭംഗി ഉള്ളതായി മാറിക്കോളും. എല്ലാത്തിൻ്റെ വലിപ്പമൊക്കെ ഏകദേശം ഒരേപോലെ ഇരുന്നാൽ, അല്ലെങ്കിൽ കാഴ്ചയിലെങ്കിലും അതിൻ്റെ വലിപ്പം ഒരേപോലെയുള്ള ഫീല് കിട്ടത്തക്ക രീതിയിൽ നമ്മളതിനെ സൈസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഗൈഡ് ലൈനൊക്കെ വെച്ച് അതിലേക്ക് ചെയ്താൽ നന്നായിരിക്കും. വീണ്ടും അടുത്തതായി എനിക്ക് വേണ്ടത് വെബ്സൈറ്റിൻ്റെ ഐക്കണാണ്. അത് ഈ ഗ്ലോബിൻ്റെ ആകൃതിയിലുള്ള ഈ ഐക്കണാണ്. അതും ഗൂഗിൾ സെർച്ചിൽ നിന്ന് തന്നെ ഞാൻ എടുത്താണ്. അതിനെ ഓപ്പൺ ചെയ്തു. അതിനെ ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. അതിൻ്റെ ചുറ്റും ചിലപ്പോൾ ഒരു വൈറ്റ് കാണും. അതിനെ നമ്മൾ മാജിക് വാണ്ട് ടൂൾ എടുത്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഏതാണ്ട് എല്ലാ ഐക്കണുകളും ഞാൻ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞു. എന്നിട്ട് ഇനി വേണമെങ്കിൽ അതിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് ലിങ്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഒരുമിച്ച് മൂവ് ചെയ്യാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഇത് ഇത്രയും കൂടെ വേണമെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ മൂവ് ചെയ്യത്തക്ക രീതിയിൽ അവിടെ ഇരിപ്പുണ്ട്. ഇനി മേൽഭാഗത്ത് കുറച്ച് സ്പേസ് കിടപ്പുണ്ട്. അവിടേക്ക് ആവശ്യമായ പിക്ചറുകൾ വെച്ച് കൊടുക്കാം. അത് അധികം പിക്ചർ വേണ്ട. ഞാനിവിടെ കുറച്ച് പിക്ചറുകൾ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അതിനെ എടുക്കുകയാണ്. ആദ്യം ആ കല്ലിൻ്റെ തന്നെ ഒരു പിക്ചർ വേറെ എടുത്തിട്ടുണ്ട്, അതെടുക്കുകയാണ്. അതിനെ ഡ്രാഗ് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഈ ഭാഗം ഇതെടുക്കാം. ഉള്ളിലുള്ള കണ്ടന്റിൻ്റെ അതേ പിക്ചറുകളൊക്കെ തന്നെയാണ് വയ്ക്കുന്നത്. ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ പിക്ചർ എടുക്കാം. പിന്നെ ഒരു
ഇതിൻ്റെ ആമ്പലിൻ്റെ വളമുണ്ട്, അതും കൂടെ വെക്കുകയാണ്. ഇനി ഇതിനെ നമ്മളിവിടെ മുകളിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്രത്യേക രീതിയിൽ ഞാനതിനെ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ലോങ് ഷേപ്പ്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും ഭാഗം എനിക്ക് മതി. അത് നമ്മൾ മാർക്ക് ടൂൾ കൊണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം ഇൻവേഴ്സ് ഷിഫ്റ്റ് കൺട്രോൾ ഐ, അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവേഴ്സ് എന്നുണ്ട്, സെലക്ട് മെനുവിൽ ഇൻവേഴ്സ് എന്നുണ്ട്, അത് കൊടുത്താലും മതി. എന്നിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ ഉള്ള ഭാഗമെല്ലാം അങ്ങ് ഡിലീറ്റ് ആയിപ്പോയിക്കോളും. അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൊടുക്കുക. അതിനെ അല്പം വലുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഒരു ഹൈറ്റിലേക്ക് അതിനെ വലുതാക്കിയ ശേഷം നമ്മുടെ ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു കറക്റ്റ് സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരം ഒരു സെലക്ഷൻ കിട്ടും. ആ സെലക്ഷനെ നമ്മൾ വീണ്ടും മാർക്ക് ടൂളിൽ വന്നിട്ട് ആ സെലക്ഷൻ കൊണ്ട് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സെയിം സൈസിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇൻവേഴ്സ് അടിക്കുന്നു, അതായത് ഷിഫ്റ്റ് കൺട്രോൾ ഐ, എന്നിട്ട് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഷേപ്പിലുള്ള അതിനെ കിട്ടി. അതുപോലെ ഇതിനെയും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുള്ളിലുള്ള ആ ഒരു ലെയറിനെ എടുക്കുന്നു, ഷിഫ്റ്റ് കൺട്രോൾ ആയി എന്നിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. അതിനെ വെച്ചു. അതുപോലെ ഇതിനെ അല്പം കൂടി വലുതാക്കേണ്ടതായിട്ടുണ്ട്. ഈ പിക്ചറിൻ്റെ ഹൈറ്റ് മെത്തഡിനൊപ്പം നിൽക്കണം. അപ്പോൾ ഈ ലെയർ സെലക്ട് ചെയ്തു, അതിൻ്റെ സെലക്ഷൻ എടുത്തു, മാർക്ക് ടൂളിൽ വന്നിട്ട് അത് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഈ ലെയർ സെലക്ട് ചെയ്യുന്നു, ഇൻവേഴ്സ് ഷിഫ്റ്റ് കൺട്രോൾ ആയി അടിച്ച് അതിന് ചുറ്റുമുള്ള ഭാഗവും ഡിലീറ്റ് ചെയ്തു. അപ്പോൾ 4 പിക്ചറുകളായി നമുക്ക്. എന്നിട്ട് ഈ പിക്ചറിനെ എല്ലാം ഇവിടെ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ചെയ്ത ശേഷം ഇവിടെ വന്നിട്ട് അതിനെ നമുക്ക് ആദ്യം ഈ 2 പിക്ചറിനെ ഒന്ന് ലിങ്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് അതിൻ്റെ ലെവലുകൾ കറക്റ്റാക്കി വെക്കാം. ഇനി വേണമെങ്കിൽ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഓരോ എഡ്ജുകളും കറക്റ്റ് ചെയ്തെടുക്കാവുന്ന. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ലെവലിലേക്ക് അതിനെ കൊണ്ടുവയ്ക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൊണ്ടുവച്ചു. അതുപോലെ ഇവിടെ ഒരു ഗൈഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ ഭാഗം കറക്റ്റ് ചെയ്യാം. അതുപോലെ താഴെ ഒരു ഗൈഡ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ താഴെട്ടുള്ള ഗ്യാപ്പും തുല്യമാക്കാം. ഇപ്പോൾ ഏതാണ്ട് കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും വന്നിട്ടുണ്ട്. ഈ പിക്ചറിന് അല്പം ഡാർക്ക്നെസ് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയിട്ട് കർവ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൻ്റെ ബ്രൈറ്റ്നെസ് അല്പം കൂട്ടുകയാണ്. ഓക്കെ. ഇനി ഈ ഓരോ ലെയറുകൾക്കും നമുക്ക് സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് എടുക്കുന്നത് ലെയർ പാലത്തിൻ്റെ ഈ താഴെ ഇവിടെ വന്നിട്ട് ആ എഫിൻ്റെ അടയാളത്തിലുള്ള ആ ഭാഗത്ത് വന്നിട്ട് സ്ട്രോക്ക് എടുക്കുന്നു. സ്ട്രോക്കിന് കളർ ഞാൻ വൈറ്റ് കൊടുക്കുകയാണ്. വൈറ്റ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഇൻസൈഡ് കൊടുക്കാം. പിന്നെ ഡ്രോപ്പ് ഷാഡോയും കൂടെ കൊടുക്കുന്നു. ഒരു ഡ്രോപ്പ് ഷാഡോയും കൂടെ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പോൾ അതിനുള്ളിൽ ഒരു പ്രത്യേക എഫക്റ്റ് വന്നു ആ പിക്ചറിന് മാത്രം. ബാക്കി 3 പിക്ചറിനും ആ എഫക്റ്റ് വന്നിട്ടില്ല. ഇനി വേണം ഈ പിക്ചറിനും എല്ലാം അതുപോലെ തന്നെ എനിക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അപ്പോൾ ഓരോ പിക്ചറിനെ പോയി നമ്മളിങ്ങനെ ഡ്രോപ്പ് ഷാഡോ കൊടുത്തു, സ്ട്രോക്ക് കൊടുത്തു ചെയ്യുന്നതിനേക്കാൾ എളുപ്പ വഴി നമ്മുടെ ഈ ലെയറിൽ വന്ന് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലെയർ സ്റ്റൈൽ, ആ ലെയർ സ്റ്റൈലിനെ നമ്മൾ കോപ്പി ചെയ്യുന്നു. ബാക്കി ഈ 3 ലെയറിനെ കൂടെ നമ്മളിങ്ങനെ ലിങ്ക് ചെയ്യുന്നു. ഇത് 3 ലിങ്ക് ചെയ്ത ശേഷം അതിൽ ഏതെങ്കിലും ഒരു ലെയറിൽ കൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ലെയർ സ്റ്റൈൽ ടു ലിങ്ക്ഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പിക്ചറുകൾക്കും അതേ എഫക്റ്റുകൾ ഓട്ടോമാറ്റിക്കായി വന്നു. ഇത്രയാണ് നമുക്കുള്ള ഈ വൈറ്റ് സ്പേസ് ആണ് നമ്മുടെ 4ാമത്തെ പേജ് വരിക. അതിൻ്റെ ഒരു സെൻറ്ററൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഏതാണ്ട് ഈ ഭാഗത്ത് വരും. സെൻറ്റർ കണ്ടതിന് ശേഷം നമുക്ക് ഇതിനെ കറക്റ്റ്
ഇതിനെ നമുക്ക് കൃത്യം സെൻറ്ററിൽ കൊണ്ടുവയ്ക്കുന്ന സെൻറ്ററിൽ വെച്ചു. അതുപോലെ തന്നെ ഈ താഴെയുള്ള കൊയിനോന ഹോളിഡേയ്സ് എന്നുള്ള ഈ യൂണിറ്റ്, ഈ മൊത്തം കാര്യങ്ങളെ നമ്മൾ ഒരുമിച്ചങ്ങ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് ട്രാൻസ്ഫോം അടിച്ച ശേഷം കറക്റ്റ് സെൻറ്റർ ആണോ എന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ആ ഭാഗം ക്ലിയർ ആയി. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊരു മാർക്ക് ടൂൾ കൊണ്ട് ഒരു സെലക്ഷൻ ഇട്ടു. നമ്മൾ പുതിയൊരു ലെയർ ഇവിടെ ഒന്നുകിൽ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ എൻ കൊടുത്താൽ പുതിയ ലെയർ വരും. അതിലേക്ക് നമുക്കൊരു കളർ ഫില്ല് ചെയ്യാം. ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ലൈറ്റ് കളറാണ് ഞാൻ എടുക്കുന്നത്. ഈ ഇത്രയും കളർ മതിയായിരിക്കും. അതിനെ ഒന്നിൽ എഡിറ്റിൽ പോയിട്ട് ഫില്ല് കൊടുക്കാം, അല്ലെങ്കിൽ ആൾട്ട് ബാക്ക് സ്പേസ് എന്ന കീബോർഡ് ഷോർട്ട് കട്ട് കീ കൊടുത്താൽ മതി. അത് വന്നോളൂ. ആ കളർ നമുക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ലൈറ്റ് ആക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിനെ കുറച്ചുകൂടി ലൈറ്റാക്കി കൊടുക്കുകയാണ്. അതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നുണ്ട്. അത് കൊടുത്തു. ഇനി വേണമെങ്കിൽ ഇതിന് അല്പം വലിപ്പം കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ അല്പം കൂടി നമുക്ക് വലിപ്പം കൂട്ടി കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അല്പം താഴേക്കൊക്കെ താക്കണമെങ്കിൽ താത്തുമൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ 4ാമത്തെ പേജും പൂർത്തിയായി. അതിനെ നമ്മൾ സേവ് ആസ് ചെയ്യുന്നു. നമ്മുടെ ഡെസ്ക്ടോപ്പിലായിട്ട് JPG ആയിട്ട് സേവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പേജ്, അടുത്തതല്ല, നമ്മൾ ആദ്യം ചെയ്ത് വെച്ച പേജ് 1, 2, 3 പേജുകൾ. ഇതിപ്പോൾ 4ാമത്തെ പേജാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അങ്ങനെ എല്ലാ പേജുകളും ഇപ്പം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് 2, 3. അങ്ങനെ ഡബിൾ സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിൻറ്റിങ് ഫയലായിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ, മറ്റ് പ്രിൻറ്റിങ് പ്രസ്സുകളിൽ കൊണ്ടുപോകുമ്പോൾ ഇതിനെ 2 ഫയലായിട്ട് തന്നെ കൊണ്ടുപോയാൽ മതിയാകും. എന്നിട്ട് അതിനെ അപ്പുറം ഇപ്പുറം ഒരു പേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു പ്രിൻ്റ് അടിച്ച് തരികയും എന്നിട്ട് അതിനെ കട്ട് ചെയ്തൊക്കെ തരികയാണ് ചെയ്യുന്നത്. അതിങ്ങനെ JPG ആയിട്ടോ മറ്റോ കൊണ്ടുപോയാൽ മതിയാകും, അല്ലെ PDF ഫയലായിട്ടോ ഒക്കെ സേവ് ചെയ്ത് കൊണ്ടുപോയാൽ മതിയാകും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.